പയ്യന്നൂർ BMLP സ്കൂളിൽ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. പരിശുദ്ധ റമദാൻ മാസത്തിൽ ലോകമെങ്ങും വിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തോടെ നോമ്പ് നോൽക്കുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാഹോദര്യത്തിൻ്റെ സന്ദേശം പകരാൻ അവരോടൊപ്പം ചേർന്ന് പയ്യന്നൂർ BMLP സ്കൂളിൽ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. സ്കൂൾ PTA സ്റ്റാഫ്, സ്കൂൾ അലിഫ് അറബി ക്ലബ്ബ് എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ പരിപാടിക്ക് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലസിത സാമുവൽ സ്വാഗതവും PTA പ്രസിഡന്റ് KV രഘു അധ്യക്ഷതയും വഹിച്ചു. പയ്യന്നൂർ AEO TV ജ്യോതി ബസു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ മാതൃകാപരമായ ഒരു ചടങ്ങിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഒരു പൊതുവിദ്യാലയത്തിൽ നാടിൻ്റെ ഹൃദയമായിട്ടുള്ളൊരു വിദ്യാലയം ആ നാട്ടിലെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിന്ന് കഴിഞ്ഞ 14 ദിവസങ്ങളായി വ്രതശുദ്ധിയുടെയും സഹനത്തിൻ്റെയും മാർഗത്തിലൂടെ പുണ്യമായ ദിനങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നൊരു ദിവസം അവരുടെ കൂടെ അവരോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും സംഘടിപ്പിച്ചത്. ആദ്യം തന്നെ ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിദ്യാലയത്തിൻ്റെ ഹെഡ് മിസ്ട്രസ്, സഹപ്രവർത്തകർ, PTA, MPTA, മാനേജ്മെൻറ്റ് അംഗങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. സക്കരിയ ദാരിമി മാസ്റ്റർ പെഡേന മുഖ്യാതിഥിയായി പരിശുദ്ധ റമളാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. പ്രധാന അധ്യാപിക ശ്രീമതി ലസിത സാമുവൽ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഏറെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നടക്കുന്നത്. എന്നും തുടരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഒരു മുസ്ലിം അഥവാ ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന അവൻ്റെ സിറ്റുവേഷൻ, അവൻ ജീവിക്കുന്ന അവൻ്റെ മേഖല, അവൻ ഉൾക്കൊള്ളുന്ന അവൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് 5 പില്ലറുകളാണ്, 5 സ്തംഭങ്ങളാണ്, പഞ്ചസ്തംഭങ്ങളാണ് ഒരു വിശ്വാസിയുടെ ആധാരം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ദൈവത്തിൻ്റെ അസ്തിത്വം അവൻ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ആ ദൈവത്തിൻ്റെ ദൂതന്റെ പ്രവാചകത്വവും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എല്ലാ ദിവസവും 5 നേരം ദൈവത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സമ്പന്നർ അവരുടെ സമ്പത്തിന്റെ നിശ്ചിത വിഹിതം പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവന്റെ അവകാശമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പണക്കാരന് ഔദാര്യമല്ല, മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശമായിട്ട് അവന് പകുത്തു കൊടുക്കണം എന്നുള്ളതാണ്. നാലാമത്തതാണ് വർഷത്തിൽ ഒരു തവണ 1 മാസം നിർബന്ധമായും വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് കഴിവുള്ളവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ പില്ലറാണ്, നാലാമത്തെ സ്തംഭമാണ് ഈ വ്രതം എന്നുള്ളത്. പനക്കീൽ ബാലകൃഷ്ണൻ, ദീപു, രൂപേഷ്, രതീഷ് മാസ്റ്റർ തുടങ്ങിയവരും സംബന്ധിച്ചു. TP സുശീല ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം പകർന്നുകൊണ്ടുള്ള ഇഫ്താർ വിരുന്നിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.